നമസ്തേ, സബ്കോ സ്വാഗത്. ഗഗൻ ഗില്ലിൻ്റെ കവിതയുടെ ലാസ്റ്റ് ഭാഗമാണ്. ഗഗൻ ഗില്ല് എഴുതിയ കവിത ഇപ്രകാരം. അപ്പോൾ നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇടയിൽ തടസ്സങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ യാത്ര ആരംഭിക്കുക എന്നാണ് പറയുന്നത്. പുതിയൊരു ആരംഭമാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ യാത്രയിൽ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടാകുമ്പോൾ തിരിച്ചു പോരുകയല്ല ചെയ്യുന്നത്, വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, അതായത് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുറ്റും കാണുന്ന പ്രകൃതി പോലും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത. അപ്പോൾ അത് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ പൂമ്പാറ്റകളുണ്ട്, അതുപോലെ തന്നെ പുല്ല്, ഇതൊക്കെ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു തോന്നൽ വരികയാണ്, ഉള്ളിലൊരു തോന്നലാണ്, അതായത് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു പ്രതീതി, ഒരു തോന്നലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ഇവിടെ പറയുന്നത് മൻ ഭയഭീത് ഹോത്തെ സമയ സദൃശ്യഹീൻ ഹോന സ്വാഭാവിക, നമ്മൾ പറഞ്ഞു. അതായത് മനസ്സ് നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലേക്കിൻ ഉസ് സമയ മേ ബി പ്രകൃതി സ്വസ്ഥ और सुंदर रही है. तभी उस समय चट्टानों के बीच से छोटे नीले फूल झांकते हैं. उसी प्रकार वहीम से आपकी हाथों में छूकर एक तितली उड़ जाती है. हवा में घास अपना सिर हल्के से उड़ाती है. इस समय आपत्ति दूर होने का प्रतीति होने के कारण आप धीरे से मुस्कुराते हैं और उस समय देखते हैं प्रकृति में अकेले एकांत में मुस्कुराने वाले आप ही नहीं हैं. सब प्रकृति की सब चीज़ आपके साथ है. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും കൂടെ ഉണ്ടെന്നുള്ള ചിന്ത. ഇപ്പോൾ നമ്മൾ പറയുന്ന കവിയത്രിയോട് പറയുന്നുണ്ട്, പ്രകൃതി മേ അക്കേലെ രഹനെ വാലെ ഫൂൽ മുസ്കുരാത്തെ ഹേ, തിത്ലിയാ മുസ്കുരാത്തി ഹേ, बच्चे मुस्कुराते हैं. उसके साथ ही समय के उस पार चले गए कुछ लोग, वे बहुत बूढ़े हो गए. अकेले होने के ऐसे समय पर वे मुस्कुराते हैं. सब अकेले चलते हैं, रुकते हैं और मुड़ते हैं. यहाँ अकेलापन एक प्रतीति है, हमारे मन में होने वाले एक प्रतीति है, നമ്മളൊരു തോന്നലാണ്. तितली का पंख के स्पर्श से मालूम होता है कि कोई भी अकेला नहीं, हम अकेला नहीं. उनके अकेलेपन का मनोभाव दूर करता है. उस समय सोचता है प्रकृति के सब चीज़ें हमारे साथ ही हैं. इस तरह हमारी यात्राएं शुरू होती हैं. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യാത്രകൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ലാതെ ഒന്നു, വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് എടുക്കാനുള്ളത്, इस तरह शुरू होती है यात्राएं. एक पत्थर से दूसरे पत्थर तक रुक कर धीरे धीरे पहुंचते हैं. आप चोटी तक देखते हैं मुड़कर. न कहीं फूल दिखाई देते हैं, न तितली, न वह पत्थर जो एक दोपहर पैर से टकराया था. आप लुढ़कने वाले थे नीचे घाटी में. कैसे नादान थे आप, सोचते थे तब. यहाँ गिरे तो मरे, जानते न थे. इसी तरह होती है यात्राएं. അതിൽ പറയുന്നത്, एक पत्थर से दूसरे पत्थर तक रुक कर आप धीरे धीरे पहुंचते हैं. അതായത് ഇവിടെ പറയുന്നത്, നമ്മളെ യാത്രകൾ ആരംഭിക്കുന്നത് നമ്മുടെ കഠിനമായ യാത്രകളാണ്.
कठिन यात्रा है और उसके अलावा चढ़ाई है കയറ്റാണ് കയറ്റാകുമ്പോൾ തന്നെ യാത്രകൾ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഓരോ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഒന്നിൻ്റെ മുകളിൽ നിന്ന് വേറെ കല്ലിൻ്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടാണ് ഓരോ പാറക്കെട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓരോ കല്ലുകളുടെ മുകളിൽ ഓരോ കാലെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കയറ്റവും കയറിക്കൊണ്ടിരിക്കുന്നത് ഏക്ക് പത്തർ സേ ദൂസരേ പത്തർ തക്ക് രുക്ക് രുക്ക് കർ എങ്ങനെയാണ് നിർത്തിയിട്ട് അതായത് ഓരോ കല്ലിൻ്റെ മുകളിൽ ചേട്ടൻ നമ്മൾ നിൽക്കുകയാണ് കാരണം ആ കല്ല് താഴേക്ക് ഉരുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മരണം അവിടെ സംഭവിക്കുന്നുള്ളതാണ് കാരണം താഴെ ഒന്നുകിൽ വളരെ അഗാധമായ കറുത്തായിരിക്കും അല്ലെങ്കിൽ നദിയായിരിക്കാം അപ്പോൾ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല അപ്പോൾ നമ്മൾ കല്ലിൻ്റെ കൂടെ നമ്മളും കൂടി ഉരുണ്ട് വീഴുകയാണെങ്കിൽ അവിടെ മരണം തീർച്ചയായിട്ടും നടക്കും അതിനൊരു സാധ്യത അവിടെയുണ്ട് അപ്പോൾ ഏക്ക് പത്തർ സേ ദൂസരേ പത്തർ അപ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് വേറൊരു കല്ലിൻ്റെ അടുത്ത കല്ലിൻ്റെ മുകളിൽ നമ്മളെങ്ങനെ യാത്ര ചെയ്യുന്നത് രുക്ക് കയർ ഓരോ കല്ലിൻ്റെ മുകളിൽ ചവിട്ടി നിന്നിട്ടാണ് എങ്ങനെ പോകുന്നത് സാവധാനി സെലയ ധീരസേ ചലനാഹി നമ്മൾ ഓരോ സ്ഥലത്തും നിന്ന് നമ്മൾ പതുക്കെ വളരെ സ്ലോ ആയിട്ട് വേണം അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധീരെ ധീരെ പഹുഞ്ചത്തേഹേ ആബ് അല്ലെങ്കിൽ നമുക്ക് പറയാം ആ സാവധാനിസേ ചലനാഹേ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി വേണം നമ്മൾ കയറ്റം കയറാനായിട്ട് ഓരോ കയറ്റവും ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി വേണം നമ്മൾ പോകേണ്ടത് ചോട്ടി തക് തേക്തേ ഹേ മുഡ്കർ അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ് പ്രകാരം അബ് ചോട്ടി തക് പഹുഞ്ചത്തേ ഹേ അവിടെ ആ കൊടുമുടിയുടെ മുകളിൽ പർവ്വത ശിഖരം അല്ലെങ്കിൽ കൊടുമുടിയുടെ മുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് പതുക്കെ നമ്മൾ അവിടേക്ക് എത്തിച്ചേരുന്നു അവർ മുഡ് കർ ദേഖ്തേ ഹേ അപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് वो चोटी तक पहुँचते ही मुड़ कर देखें तो എന്താണ് കാണുന്നത് ന കഹീം ഫൂൽ ദിഖായി ദേത്തെ ഹേ ന തിത്തലി അപ്പോൾ ആ കയറ്റൊക്കെ കയറി ഓരോ കല്ലിൻ്റെ മുകളിൽ കാല് എടുത്ത് വെച്ച് കയറി കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് കാണുന്നില്ല ന ഫൂൽ ദിഖായി ദേത്തെ ഹേ നമ്മൾ നേരത്തെ കണ്ട പൂക്കളെ കാണുന്നില്ല പിന്നെന്താ എന്നാ തിത്തലി പൂമ്പാറ്റകളെ കാണുന്നില്ല അപ്പോൾ നമ്മുടെ മുന്നിൽ അപ്പോൾ കണ്ട സാധനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല എന്നാ വഹ് പത്തർ ജോ ഏക്ക് ദോപഹർ പയസെ ടക്രായാത്ത വീണ്ടും പറയണേ ജോ ഏക്ക് ദോപഹർ പയർസെ ടക്രായാത്ത വഹ് പത്തർ എന്നാ ദിഖായി ദേത്തെ ഹേ അപ്പോൾ നമ്മൾ യാത്രയിൽ ആ ഉച്ച സമയത്ത് കാല് ഒരു കല്ലിൻ്റെ മുകളിൽ തട്ടിയിട്ടുണ്ടായിരുന്നു വ പത്തർ നദിക്കായി ആ കല്ലും കാണുന്നില്ല അപ്പോൾ വഴിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊന്നും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അതായത് പോകുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടായത് ആ യാത്രയിൽ പോകുമ്പോൾ മുന്നിലുണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാ അനുഭവങ്ങളും അവിടെ നിന്ന് ഇല്ല കാണാതെയാവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പ്രചോദനം തരാനായിട്ട് പ്രേരണ തരാനായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച കുറച്ച് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു ആ നീലപ്പൂ പറഞ്ഞു ബട്ടർഫ്ലൈ പറഞ്ഞു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല അതുമാത്രമല്ല ആ ഒരു കല്ലിൻ്റെ മുകളിൽ കാല് തട്ടി വീഴാൻ പോയി എന്ന് പറഞ്ഞാൽ ആ കല്ല് പോലും അവിടെ കാണുന്നില്ല ना कहीं फूल दिखाई देते हैं ना तितली वहाँ फूल नहीं दिखाई देते हैं ना तितली दिखाई देते हैं और वह पत्थर भी ना दिखाई देते हैं ആ കല്ല് പോലും അവിടെ കാണുന്നില്ല ആ കല്ലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ജോ ഏക്ക് ദോപഹർ പൈർ സെ ടക്കരായാത്ത अब लुढ़कने वाले थे नीचे घाटी में लुढ़कना തന്നെ ഉരുണ്ട് വീഴുക अब लुढ़कने वाले थे वह पत्थर ആ കല്ലുമ്മ ചവിട്ടിയിട്ടാണ് ഉരുണ്ട് വീഴാനായിട്ട് പോയിരുന്ന ആ കല്ല് എവിടേക്ക് വീഴാൻ പോയിരുന്നത് നീച്ചെ കാട്ടിമേയും താഴ്വാരങ്ങളിലേക്ക് വീഴാൻ പോയിട്ടുണ്ടായിരുന്ന ആ ചവിട്ടി ഉരുണ്ട് വീഴാൻ പോയിട്ടുള്ള വ പത്തർ നഹീം ദിഖായി ദേത്തെ ഹെ ആ കല്ല് പോലും അവിടെ കാണുന്നില്ല ഇവിടെ പറയുന്നത് രാസ്തേമേ ജോ അനുഭവ് കിയാ ഗയാ ഹേ വ സബ് അദൃശ്യ ഹോ ജാത്തി ഹേ അപ്പോൾ നമ്മുടെ വഴിയിലുണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും അതെല്ലാം കാണാതെയായി അദൃശ്യമായി അല്ലെങ്കിൽ ഡിസപ്പിയർ ആയി എന്ന് പറയുന്നത് പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മളവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് കഴിഞ്ഞു പിന്നീട് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊന്നും
കാണുന്നില്ല എന്ന് പറയുന്നത്. ഈ അനുഭവങ്ങൾ നേരിട്ട് ഉണ്ടായ അനുഭവങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. കൈസേ നാദാൻ തേ ആപ് സോച്ച്തേ തേ തബ് ഗിരേ തോ മരെ ജാൻതേ ന തേ ഇസി തര ഹോത്തി ഹേ യാത്രയെ. അപ്പോൾ പറയണേ എന്താ പറയണത്, കൈസേ നാദാൻ തേ ആപ് കൈസേ നാദാൻ തേ ഉസ് സമയ വേ സോച്ച്തേ തേ. എന്താണ് ആപ് കൈസേ നാദാൻ തേ, ആ സമയത്ത് ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ മുന്നേ നമ്മൾ സബ് ദിക്കായി ദേത്തേ ഹേ ലേക്കിൻ അബ് ദിക്കായി നഹി ദേത്തേ ഹേ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. അതായത് പൂരാ ബീത്താ ഹുവ അനുഭവ ഭൂൽ ജാത്താ ഹേ. ആ പഴയ അനുഭവങ്ങളൊക്കെ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയി, അല്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും, നമ്മളതൊക്കെ മറന്നുപോയി എന്ന് പറയാം. ആ സമയത്ത് ആപ്കോ മാലും ഹോകാക്കി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമില്ലേ, സോച്ചത്തെ സമയം മാലും ഹോത്താ ഹേ. എന്താണ് മനസ്സിലാകുന്നത്? ആപ് കൈസേ നാദാൻ തേ, നിങ്ങൾ കൈസേ നാദാൻ തേ, നാദാൻ തന്നെ അറിവില്ലാത്ത. ഇവിടെ പറയുന്നുണ്ട് गिरे तो मरे, पैर से टकराए हुए पत्थर के स्थान पर आप नीचे घाटी में गिरते तो गिर जाए तो. ആ ഒരു കല്ലിൻ്റെ മുകളിൽ നമ്മൾ പോകുമ്പോൾ, കയറ്റം കയറുമ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ കാല് തട്ടിയിരുന്നു. ആ കല്ലിൻ്റെ സ്ഥാനത്ത്, കല്ലാണ് താഴേക്ക് ഉരുണ്ട് വീണത്, ആ കല്ലിൻ്റെ സ്ഥാനത്ത് താഴ്വാരങ്ങളിലേക്ക് നിങ്ങളാണ് വീണിരുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? യഹാ മൃത്യു സുനിശ്ചിത ഹേ, അവിടെ മരണം ഉറപ്പാണ്. അത് പറയുന്നത് ഗിരേത്തോ, എന്താണ് ഗിരേത്തോ മരെ, അവിടെ വീണിരുന്നുവെങ്കിൽ മരിക്കുമായിരുന്നു. അപ്പോൾ മൃത്യു സുനിശ്ചിത ഹേ, അവിടെ ഉറപ്പാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരണം അവിടെ നടക്കുന്നുള്ളത്. വീണ്ടും പറയണേ ജാൻ തേ ന തേ ഇസി തര ഹോത്തി ഹേ യാത്രയെ. അപ്പോൾ പറയണേ അതായത് നമുക്ക് മൃത്യു തക് ഹമേ ജീനാ ഹേ, നമുക്ക് മരണം വരെ ജീവിക്കണം. അപ്പോൾ ഇവിടെ വീണിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചു പോകുമായിരുന്നു. ഇവിടെ പറയും ഗിരേത്വം മരെ ജാൻതേ നതേ, എന്താണ് സംഭവിക്കാൻ നമുക്കറിയായിരുന്നില്ല. ഇസ് തര യാത്രയെ ശുരു ഹോത്തി ഹേ. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതായത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യമുണ്ട്. എവിടുന്ന് നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മരണം വരെ ഒരു യാത്രയാണ്, ജീവിതമാകുന്ന യാത്ര. അപ്പോൾ ആ യാത്രയിലുണ്ടാകുന്ന എല്ലാ തരം തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, ബുദ്ധിമുട്ട്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ജീവിതം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് മാറുള്ളൂ. അപ്പോൾ നമുക്ക് എവിടം വരെ യാത്ര ചെയ്യണം? മരണം വരെ, മൃത്യു തക് തുമേ ജീനാ ഹേ, നിങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ ഇസി തര യാത്രയെ ഹോത്തി ഹേ, നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എവിടെയെങ്കിലും ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മുന്നിൽ അപകടം സംഭവിച്ചാൽ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അവിടെ നിന്ന് പോവുകയല്ല, വീണ്ടും നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. പുതിയൊരു ജീവിതം, യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നത് അതാണ്, രാസ്തയ്ക്ക് ബീച്ച് കൈ തരയ്ക്ക് കഠിനായിയാം യാ ബാധായം ഹോത്തി ഹേ. നമ്മുടെ വഴിയുടെ ഇടയിൽ, അല്ലെങ്കിൽ യാത്രയുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. യേ സബ് ആഗേക്ക് യാത്രക്ക ആരംഭ ഹേ, ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയുടെ ആരംഭമാണ്. അവിടെ കൊണ്ട് നമ്മൾ നിന്നു പോകുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഹമാര ജീവൻ നിരന്തര യാത്ര ഹേ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നിരന്തരമായിട്ടുള്ളൊരു യാത്രയാണ്. അത് എവിടം വരെയാണ് നമ്മുടെ യാത്ര? ജീവിതം ജനിച്ചു അവിടെ തൊട്ട് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ മൃത്യു തക്കി യാത്ര ഹേ, മരണം വരെയുള്ളൊരു യാത്രയാണ്. ആ യാത്രയുടെ അവസാനം നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുള്ളൂ എന്നല്ല. ലക്ഷ്യ ആ മഞ്ചിൽ തക് പഹുഞ്ചനേക്കാ ശ്രമം ജീവൻ ഹേ, അതായത് ആ ലക്ഷ്യത്തിലെത്തുക, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുക എത്തുന്നത് വരെയുള്ള ആ നമ്മുടെ കഠിനമായിട്ടുള്ള ശ്രമം, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ കഠിനമായ ശ്രമം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ
വഴികളിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ യാത്രക്കിടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ആ സമയത്ത് ഹം ഭയഭീത് ഹോത്തേ ഹേ और യഹാ മൃത്യു കി പ്രതീതി ഹോത്തി, നമുക്ക് മരണം തൊട്ട് മുന്നിലെത്തി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതം തന്നെയാണ് യാത്ര. ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ആകെ പഠന ചാഹിയെ, നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഭയപ്പെട്ട് നിൽക്കാതെ മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യണം, ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യാത്രകൾ വീണ്ടും ആരംഭിക്കുന്നതെന്നാണ് നമ്മുടെ കവയിത്രി ഗഗൻ ഗില്ലോട് പറയുന്നത്. അപ്പോൾ ഗഗൻ ഗില്ലിൻ്റെ കവിതയുടെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പറയുന്നു, യാത്രയെ ഇസി തര ശുരു ഹോത്തി ഹേ. ഇവിടെ പറയുന്നുണ്ട്, ഏക് പത്തർ സേ ദൂസരെ പത്തർ തക് रुक रुक कर आप धीरे धीरे चोटी तक पहुँचते हैं. चोटी तक पहुँचने के बाद मुड़कर देखते हैं. देखते समय वहाँ फूल नहीं दिखाई देते हैं, तितली को दिखाई नहीं देते हैं और वह पत्थर को भी नहीं दिखाई देते हैं. ये पहले अपने आपके पैर से टकराया था और अब लुढ़कने वाले थे. नीचे घाटी में लुढ़कने वाले थे, वह पत्थर भी नहीं दिखाई देते हैं. നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അതെല്ലാം നമ്മൾ മറന്നുപോയി, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നമ്മൾ മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത്. മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ സമയത്ത് ചിന്തിക്കുന്നൊരു കാര്യം, അതായത് ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്, ഗിരേ തോ മരേ ന ജാൻതേ തേ ഇസ് തരഹ ഹോത്തി ഹേ യാത്രയെ ഇസി തരഹ ഹോത്തി ഹേ. നമ്മുടെ യാത്രകളൊക്കെ ഇങ്ങനെയാണ്. അതായത് താഴെ വീണിരുന്നെങ്കിൽ അവിടെ മരണം ഉറപ്പാണ്. പക്ഷെ നമ്മൾ മരിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ലക്ഷ്യം അവിടെ ഒന്നുകൂടി മുന്നോട്ട് പോകാനുണ്ട്. നമ്മളിടയിലൊന്ന് നിന്നു പോയി, നമ്മളൊന്ന് ക്ഷീണിച്ചു, പക്ഷെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതാണ് അതിൽ കവിതയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഗഗൻ ഗില്ലിൻ്റെ കവിത ഇസ്തരഹ് എന്ന് പറയുന്ന കവിതയുടെ സമ്മറി ഒന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് കവിതയാണ് നമ്മളത്. ഗഗൻ ഗില്ലിൻ്റെ കവി വിവരിച്ച് നോക്കാം. समकालीन हिंदी साहित्य के प्रसिद्ध कवयित्री है गगन गिल. उनका जन्म नई दिल्ली में हुआ. अंग्रेज़ी साहित्य में एमए किया. उनकी पहले रचना एक दिन लौटेगी लड़की प्रकाशित होते ही सूझी जनों की ध्यान आकर्षित किया था. लघु मानव की सीमाओं को अनुभव करके उसको प्रस्तुत करने की क्षमता भी है. गरीब लोगों की जीवितानुभव वे अपना मानते हैं. उनके 5 काव्य संग्रह है. एक दिन लौटेगी लड़की, अंधेरे में बुद्ध, ये आकांक्षा समय नहीं, तबक तबक दिल तबक तबक, मैं जब तक आई बाहर. और उसके अलावा 4 गद्य पुस्तकें भी हैं. बहुत अधिक पुरस्कारों से सम्मानित भी किया गया था. उन्होंने टाइम्स ऑफ इंडिया समूह और संडे ऑब्जर्वर में साहित्य संपादक के रूप में काम किया. भारतीय प्रतिनिधि लेखक मंडल के सदस्य होने के कारण उन्होंने कई देशों में यात्राएं की. इस तरह नामक कविता में कवित्री अपने जीवन को बारी बारी से होने वाली यात्राओं से उपमित है. ഇവിടെ നമ്മുടെ കവയിത്രി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള, ഒരുപാട് രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, कवित्री अपने जीवन को बारी बारी से होने वाले यात्राओं से उपमित है. यहाँ जन्म के बाद एक लक्ष्य से दूसरे लक्ष्य तक की यात्रा है जीवन. നമ്മൾ ജനനത്തിന് ശേഷം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. യാത്ര കാ അന്തിം ലക്ഷ്യ മൃത്യു ഹേ. ഇവിടെ അവസാനം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണമാണ്, അതിലപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ കവയിത്രി जीवन में അനുഭവ പ്രതീതി വർണ്ണം करते हैं. അതായത് ജീവിതത്തിലെ അനുഭവം എന്താണ്, അതിനുശേഷം പിന്നീട് നമ്മുടെ തോന്നൽ എന്താണ്, ആ 2 കാര്യങ്ങളാണ് നമ്മളതിൽ പറയുന്നത്. हम अपने जीवन में आगे बढ़ते समय कभी कभी पत्थर से पैर टकराना स्वाभाविक है. पत्थर की बजाय यात्री भी लुढ़क कर नीचे गिर जाना भी संभव है. ये हमारा प्रतीति है, നമ്മുടെ തോന്നലാണത്. कभी बाधा के रूप में पत्थर रास्ते में देख सकता है. जीवन की ऐसी हालत को पार कर आगे बढ़ना जीवन रूपी यात्रा का शुभ आरंभ है. हम मृत्यु तक आगे बढ़ना चाहिए. यात्राएं
इस तरह शुरू होती है। यात्रा करते समय आपके पैर एक पत्थर से टकराकर वह पत्थर नीचे घाटी में गिर जाता है। उस समय आप पल भर के लिए परेशान रह जाते हैं या निश्चल होते हैं। आगे की रास्ता नहीं दिखती है। रास्ते की बजाय नीचे घाटी में नदी दिखती है, लेकिन वह नदी सुंदर नहीं, भयानक प्रतीत है। पहले ये नदी देखते समय बहुत सुंदर था, लेकिन आज वह नदी सुंदर नहीं, भयानक प्रतीत है, क्योंकि नीचे गिरते तो मृत्यु संभव हो जाता है। फिर आप चढ़ाई चढ़ रहे होते हैं। उस समय हवा का दबाव तोड़ देता है और सांस लेना मुश्किल होना पड़ता है। तब हृदय धक धक करके धड़कता है और लगता है वह सीने से बाहर निकल आता है, छाती से या सीने से बाहर निकल आता है। आंखों के आगे काली धुंध फैल जाती है, अंधकार फैल जाती है, कुछ भी नहीं दिखाई देती है। उस समय कुछ समझ नहीं आते हैं कि ऊपर चढ़े या नीचे जाए। मन भयभीत होते समय सब दृश्यहीन होना स्वाभाविक है, लेकिन उस समय में भी प्रकृति स्वस्थ और सुंदर रही है। तभी चट्टानों के बीच से छोटे नीले फूल झांकते हैं। वहीं से आपके हाथों को छूकर एक तितली उड़ जाती है। हवा में घास अपना सिर हल्के से उड़ाती है। इस समय आपत्ति दूर होने का प्रतीति होने के कारण आप धीरे से मुस्कुराते हैं और देखते हैं प्रकृति में अकेले एकांत में मुस्कुराने वाले आप ही नहीं हैं। कवित्री का मानना यह है कि प्रकृति में अकेले रहने वाले फूल मुस्कुराता है, तितलियाँ मुस्कुराती है, बच्चे मुस्कुराते हैं। साथ ही समय के उस पार चले गए ये कुछ लोग बहुत बूढ़े हो गए। अकेले होने के ऐसे अवसर पर ये मुस्कुराते हैं। सब अकेले चलते हैं, रुकते हैं और मुड़ते हैं। अकेलापन यहाँ एक प्रतीति है। तितली का पंख के स्पर्श से मालूम होता है कि कोई भी अकेला नहीं। उनके अकेलापन का मनोभाव दूर करता है। तितली का पंख के स्पर्श से अकेलापन का मनोभाव दूर करता है। प्रकृति के सब चीज़ें हमारे साथ ही है। इस तरह यात्राएं शुरू होती हैं। कठिन यात्रा है, चढ़ाई है, रास्ते पर पत्थर से भरा हुआ है। एक पत्थर से दूसरे पत्थर तक रुक रुक कर बहुत धीरे से या बहुत सावधानी से चलना है। इस प्रकार आप चोटी तक पहुंचते हैं। चोटी तक पहुंचते समय मुड़कर देखें तो आप रास्ते में जो अनुभव किया था ये सब अदृश्य हो जाती है। न फूल, न तितली, न वह पत्थर, ये सब अदृश्य हो जाती है, दिखाई नहीं देते हैं। एक दोपहर में पैर से टकराया था वह पत्थर भी नहीं दिखाई देते हैं। आप नीचे घाटी में लुढ़कने वाले थे वह पत्थर सब दिखाई नहीं देते हैं। पूरा बीता हुआ अनुभव यहाँ भूल जाता है। तब आपको मालूम होगा कि आप जीवन की अस्थिरता पर कैसे नादान थे। उस समय सोचता है, पैर से टकराए हुए पत्थर के स्थान पर आप नीचे घाटी में गिर जाए तो मृत्यु सुनिश्चित है। तब तक तुम्हें जीना है। इसी तरह यात्राएं शुरू होती है। रास्ते के बीच की कठिनाइयाँ या बाधाएं आगे की यात्रा का शुभ आरंभ है। हमारा जीवन निरंतर यात्रा है, मृत्यु तक की यात्रा है। लक्ष्य या मंजिल तक पहुंचने का श्रम जीवन है। रास्ते में कई तरह की बाधाएं होती हैं, तब हम भयभीत होकर मृत्यु की प्रतीति होती है। फिर भी हमें मृत्यु तक आगे बढ़ना चाहिए। बीच में होने वाले इस प्रतीति के बाद हमारी जीवन यात्रा शुरू होती है।
അപ്പോൾ നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് നമ്മൾ യാത്രയിൽ മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പം മരണം വരെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്ന നിരന്തരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്തര യാത്രയും ഇതുപോലെയാണ്, ഇപ്രകാരമാണ് നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നത് എന്നാണ് കവയിത്രി പറയുന്നത്. ഓക്കെ, താങ്ക് യു.